മുഖം തൊടുമ്പോണ്ടല്ലോ നല്ലൊരു സോഫ്റ്റ്നെസ് നമുക്കറിയാൻ കഴിയട്ടോ. ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നു. ഞങ്ങളും സുഖമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങോട്ട് നല്ല മഴയൊക്കെയാണ്, അങ്ങോട്ട് നല്ല മഴയൊക്കെ ആയിരിക്കും അറിയാം. അപ്പോൾ ഇന്നുണ്ടല്ലോ ഞാൻ നല്ലൊരു പാക്കുമായിട്ടൊന്ന് വന്നേക്കുന്നത്. നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ. നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പൊക്കെ മാറി മുഖത്തുള്ള ചുളിവുകൾ നല്ലവണ്ണം കുറയ്ക്കാൻ സഹായിക്കണം ഒരു അടിപൊളി ഒരു പാക്കാണ് കേട്ടോ. ഞാൻ ഇതിൽ വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. നമുക്കിത് കൈകളിലൊക്കെ തേച്ച് കൊടുക്കാം, കഴുത്തിൽ തേച്ച് കൊടുക്കാം, മുഖത്ത് കാലിലൊക്കെ തേച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കണം നോക്കിയല്ലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പാക്ക് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ പാത്രം എടുത്ത് തന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുൾട്ടാണി മിട്ടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലമാവ് എടുക്കാം കേട്ടോ. അപ്പോൾ കടലമാവ് ഇവിടെ തീർന്നതുകൊണ്ട് ഞാൻ മുൾട്ടാണി മിട്ടിയാണ് എടുത്തേക്കുന്നത്. ഒരു ഒന്നര സ്പൂൺ അളവിൽ മുൾട്ടാണി മിട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. നല്ല കട്ട തൈരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങയുടെ നീരാണ്. ഒരു കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ അത്രയും മതിയേ. നമ്മളിത് മുഖത്ത് തേക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അത്രയും മതി. നമ്മുടെ കൈകളിലൊക്കെ തേക്കുവാണെങ്കിൽ ഒരു അരമുറി ചെറുനാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഒരു 1/4 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തു. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. നമ്മുടെ പാക്ക് ഉണ്ടല്ലോ ഒരു ചെറുതായിട്ടൊന്ന് ലൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു നല്ലൊരു മഞ്ഞപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തത്. പിന്നെ അതുമാത്രമല്ല, മഞ്ഞളിൻ്റെ ഗുണം ഒരുപാടുണ്ട്. നമ്മുടെ മോക്കൂര് ഉണ്ടെങ്കിൽ മോക്കൂര് വന്നാൽ പാട് പോകാൻ നല്ലതാണ്, മുഖക്കുരു കുറയാനൊക്കെ നല്ലതാണല്ലോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒരു അര ടീസ്പൂൺ വേണ്ട, എൻ്റെ ഓയിൽ സ്കിൻ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണെങ്കിൽ അതനുസരിച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിനോട്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ മുഖത്ത് മാത്രമല്ല കൈകളിലും തേച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ എൻ്റെ ഓയിൽ സ്കിൻ ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ കുറച്ച് എടുത്തോളൂ. പിന്നെ നമുക്കറിയാം മുൾട്ടാണി മിട്ടിയൊക്കെ തേക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ആവുകയും പിന്നെ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയാനൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മൾ തൈര് വെളിച്ചെണ്ണയൊക്കെ ചേർത്തുകൊണ്ട് ഒരു ചെറുതായിട്ടൊരു എണ്ണമയ പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണം, ഇത്തിരി കടലമാവ് ഉപയോഗിച്ച് കഴുകി കളഞ്ഞാൽ മതി. നല്ലൊരു പാക്കാണ് കേട്ടോ. നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റ് ആവാനും നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു പാക്കാണിത്. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഇച്ചിരി കൂടെ തൈരിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പം ഞാൻ എടുത്തത് കുറച്ച് തൈര് എടുത്തിട്ടുണ്ടെന്നുള്ളേ. ഞാൻ കുറച്ചും കൂടെ തൈര് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ പാക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു പാക്ക് ഉണ്ടല്ലോ ഡ്രൈ സ്കിന്നുകാർക്കാണ് അടിപൊളിയായിട്ടിരിക്കുന്നത്. നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ഒരു ഡ്രൈനെസ്സൊക്കെ മാറ്റാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു പാക്കാണിത്. ഓയിൽ സ്കിന്നുകാർക്കും തേക്കാവുന്നതാണ്, പക്ഷെ നമ്മൾ വെളിച്ചെണ്ണ അളവ് ഇച്ചിരി കുറയ്ക്കണം. പിന്നെ തൈര് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, പിന്നെ തൈര് കുറച്ചെടുത്തിട്ട് റോസ് വാട്ടർ ഇച്ചിരി കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഒത്തിരി ഒരു എണ്ണമയ നമ്മുടെ മുഖത്ത് ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ ഞാൻ റോസ് വാട്ടറൊന്നും എടുത്തില്ല, പകരം തൈര് തന്നെയാണ് മുഖത്തെടുത്തത്. പിന്നെ പാക്ക് ഉണ്ടാക്കാൻ എടുത്തത് കരിവാളിപ്പൊക്കെ മാറ്റി മുഖം ഡ്രൈനെസ്സൊക്കെ മാറ്റി നമ്മുടെ സ്കിന്ന് നല്ല അടിപൊളിയായിട്ട് തിളങ്ങും കേട്ടോ. അത് നന്നായിട്ട് അങ്ങ് തേച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ തേക്കുമ്പോൾ കഴുത്തിലും കൂടെ തേക്കാൻ മറക്കരുത്. ഞാൻ കഴുത്ത് തേച്ചിട്ടില്ല, മുഖത്ത് തന്നെയാണ് തേച്ച് വെക്കുന്നത് കേട്ടോ. നന്നായിട്ട് തേച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് മസാജും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ പാക്കൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ. അന്നേരം കഴുകി കളഞ്ഞാൽ മതിയേ. ഒരു ഇളം ചൂടും വെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ നമ്മളിപ്പം ഓയിൽ സ്കിന്നാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് എണ്ണമയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കോളുവേ.
നെറ്റിയുടെ സൈഡിലൊക്കെ അത്യാവശ്യം കറുപ്പായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പാക്കിങ് അങ്ങനെ ഇടയ്ക്കൊക്കെ തേക്കാറുള്ളൂ. അപ്പോൾ ഞാൻ നെറ്റിയുടെ സൈഡിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഡ്രൈ ആവാൻ നമുക്ക് കഴുകിക്കളയാം. ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ട് വലിഞ്ഞു മുറുകൊന്നും വേണ്ട. അത്യാവശ്യം നമുക്ക് ഡ്രൈ ആവാൻ നമുക്കറിയാമല്ലോ, അന്നേരം കഴുകിക്കളഞ്ഞാൽ മതിയേ. നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് കാണാം. ഞാനിതാ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. മുഖം തൊടുമുണ്ടല്ലോ നല്ലൊരു സോഫ്റ്റ്നെസ് നമുക്കറിയാൻ കഴിയട്ടോ, അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മുൾട്ടാണി മിട്ടിക്ക് പകരം കടലമാവ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ ഓയിൽ സ്കിൻ ആൾക്കാരൊക്കെ ആണെങ്കിൽ തൈര് കുറച്ചിട്ട് അതിൻ്റെ കൂടെ റോസ് വാട്ടർ മിക്സ് ചെയ്തു കേട്ടോ. കുറച്ച് തൈരും കുറച്ചധികം റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ റോസ് വാട്ടറൊന്നും എടുത്തില്ല. തൈരും പിന്നെ വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങയുടെ നീര് നമ്മുടെ മുൾട്ടാണി മിട്ടി ഇത്രയാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊണ്ട് നമ്മുടെ മുഖം ഉണ്ടല്ലോ നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയാനൊക്കെ നല്ലതാണ്. ഇത് നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ മുഖത്ത് ഡെയിലി തേക്കാൻ ഞാൻ പറയില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡെയിലി തേക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 3 തവണ തേച്ചാൽ മതി. നിങ്ങൾക്ക് കൈകളിലൊക്കെ തേച്ചെടുക്കാവുന്നതാണ്. കൈകളിലൊക്കെ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് കയ്യിൽ തേച്ച് കൊടുക്കാം. അപ്പം നല്ലൊരു അടിപൊളി പാക്കാണ്. ഞാനിത് മുഖം നല്ല വൃത്തി കഴുകിയിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊരു എണ്ണമയം ഉണ്ട് കേട്ടോ, നെറ്റിയിലെ സൈഡിൽ മാത്രം. കവിളി സൈഡിൽ എണ്ണമയം അങ്ങനെയൊന്നും ഇല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറുതായിട്ടൊരു എണ്ണമയം പോലെയൊക്കെ തോന്നുവാണെങ്കിൽ കുറച്ച് കടലമാവ് എടുത്തിട്ട് മുഖം ഒന്ന് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. ഓയിൽ സ്കിന്നോട് ഞാൻ പറയുന്നത്, ഡ്രൈ സ്കിന്നർക്ക് അങ്ങനെ പ്രശ്നമില്ല. ഓയിലും അത്ര വലിയ പ്രശ്നമൊന്നുമല്ലല്ലോ. ഇത് തേച്ച ഉടനെ തന്നെ കുറച്ച് ഒരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ മുഖത്തങ്ങ് തേക്കാണ് കേട്ടോ. അത് നിർബന്ധമാണ്. അത് ഓയിൽ സ്കിന്നാരും ഡ്രൈ സ്കിന്നാരും എല്ലാവരും തേക്കേണ്ടതാണ്. പിന്നെ നല്ല വെയിലൊക്കെ ആണെങ്കിൽ സൺസ്ക്രീനൊക്കെ തേച്ചോളൂ കേട്ടോ. അപ്പം നല്ലൊരു പാക്കാണ്. മുഖത്തെ കരുവാളിപ്പൊക്കെ മാറി മുഖത്തെ ഡ്രൈനെസ്സൊക്കെ മാറി സഹായിക്കുന്ന, സ്കിന്ന് നന്നായിട്ടുള്ളൊരു ഗ്ലോ കിട്ടാൻ സഹായിക്കുന്ന ഒരു അടിപൊളി വെളിച്ചെണ്ണ ചേർത്തുള്ള പാക്കിട്ട വെളിച്ചെണ്ണയും തൈരും ഒക്കെ ചേർത്തുള്ള ഒരു അടിപൊളി പാക്കാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായത് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ല വീഡിയോസിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.